ഹായ്, ഗുഡ് മോർണിംഗ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പം മുട്ടക്കറിയായിരുന്നേ. അപ്പോൾ അത് കഴിച്ചുകൊണ്ട് തുടങ്ങാം. പിന്നെ എന്നത്തെയും പോലെ രാവിലെ അവൻ എഴുന്നേറ്റ വാടെ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കിയ പാത്രം കഴുകി വർക്കരിയ വെച്ചിട്ടുണ്ടായിരുന്നു, ഇഡ്ലിച്ചപ്പ്. അതെടുത്തിട്ട് കളി തുടങ്ങി. ആ സൈഡിൽ കിടക്കുന്ന ചൂല് അവൻ രാവിലെ എഴുന്നേറ്റ് മിറ്റടിച്ച് വാരില്ല കേട്ടോ. ഇവിടെ മമ്മി മിറ്റടിച്ച് വാരുന്നു. അവൻ ചൂലൊക്കെ വേണം, എപ്പോഴും ഭയങ്കര അടിച്ചു വാരലൊക്കെയാ. ഇനി ഇവിടുന്ന് കയറില്ല. ഭയങ്കര കല്ല് വാരിയിടലും മിറ്റല് വാരിയിടലും ഭയങ്കര കളിയൊക്കെ തന്നെ. പിന്നെ രാവിലെ ഒന്ന് അടിച്ച് വാരി പുതപ്പൊക്കെ മടക്കി ക്ലീനാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ശനിയാഴ്ച ദിവസം മാത്രമേ ഒഴിവുള്ളൂ. തിങ്കൾ മുതൽ വെള്ളി വരെ സ്കൂളിൽ പോകണം. ഞായറാഴ്ച വേദപാഠം പഠിപ്പിക്കുന്നുണ്ട്, അതിന് വേണ്ടി പോകണം. അങ്ങനെ അപ്പം അതിൻ്റെ ഇടയ്ക്ക് അവൻ വന്നിട്ട് ഇങ്ങനെ അമ്മ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ അവനോട് ഓരോരോ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പുതപ്പ് മടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിടുകയാണെങ്കിൽ ഇങ്ങനെ വിരിച്ചിടുകയാണെങ്കിൽ നമ്മൾ അതിങ്ങനെ വലിച്ച് ചുളുക്കി കളഞ്ഞാലേ അവനൊരു സമാധാനമാവുള്ളൂ. അതുപോലെ നമ്മൾ തുണിയൊക്കെ ബെഡേ മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ മടക്കി വെക്കുന്ന ഇങ്ങനെ ഏന്തി വലിച്ചെറിയും. എന്ത് സാധനം കണ്ടില്ലെങ്കിലും കട്ടിലിൻ്റെ കീഴിലോട്ട് നോക്കിയാൽ മതി, അവിടെയാണ് മുഴുവൻ നിധിശേഖരം മുഴുവൻ കിടക്കുന്നത്. എല്ലാം കട്ടിലിൻ്റെ കീഴിലേക്ക് വലിച്ചേക്കും. ഇപ്പോൾ 1.25 വയസ്സായി കേട്ടോ. പിന്നെ അതുമല്ല, ഇപ്പം നടക്കാൻ തുടങ്ങിയത് കൊണ്ട് ഡോറ് തുറന്നിടാനേ പറ്റില്ല. അപ്പോഴത്തേക്കും ഇറങ്ങി ഓടും. എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റുന്നില്ല, അതിൻ്റെ ഇടയ്ക്ക് അവനാ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പം പിന്നെ ഇന്ന് രാവിലെ ചോറ് അരി അടുപ്പത്തിട്ടേക്കാമെന്ന് വിചാരിച്ചു. അപ്പം ആദ്യം തീ കത്തിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ചടങ്ങാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കുറേ കുഞ്ഞുവർഗ്ഗമൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് ഒട്ടുപാലെടുത്തിട്ട്, മണ്ണെണ്ണയൊന്നും ഇപ്പോൾ അങ്ങനെ കിട്ടുന്നില്ലല്ലോ, അതുകൊണ്ട് ഒട്ടുപാൽ വെച്ചിട്ടാണ് കത്തിക്കുന്നത്. ഇച്ചിരി ഒട്ടുപാലെടുത്ത് കൂടിപ്പോയി. ഇന്നെന്തോ ഭാഗ്യത്തിന് തീ കത്തിച്ചപ്പോഴേ പിടിച്ചു കേട്ടോ. എനിക്കിഷ്ടമാണ് അടുപ്പിൽ ഇങ്ങനെ തീ കത്തിക്കാനൊക്കെ. പിന്നെ ഒരു പേടിയുള്ളൂ, ഇപ്പോൾ ഇവന് കൈ എത്തുന്നുണ്ട്. അപ്പോൾ ഇത് പിടിച്ച് വലിക്കുമോ അങ്ങനത്തെ ഒരു പേടിയുള്ളൂ. നമ്മളിങ്ങനെ തട്ടി അവൻ ഇപ്പോൾ ഉണ്ടാവും ഓരോ കാര്യവും പറഞ്ഞുകൊണ്ട്. അപ്പം പിന്നെ രാവിലെ ചോറൊക്കെ അടുപ്പത്തിട്ടു. കത്തി പിടിക്കുന്നുണ്ട്. ഇതിനകത്ത് പ്രത്യേകിച്ച് കണ്ടൻ്റൊന്നും ഇല്ല കേട്ടോ. ഞാൻ പിന്നെ ചുമ്മാ ഒരു രസത്തിനും, ഇപ്പം നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ സന്തോഷമാവില്ലേ, അതുപോലെ എനിക്ക് വീഡിയോ എടുക്കുന്ന ഒരു സന്തോഷം. നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തെന്ന് തോന്നുന്നു. അപ്പോൾ അവന് വിശക്കുന്നെന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഞാൻ ഓറഞ്ച് കൊടുത്തു. ഇത് നമ്മുടെ കണ്ടത്തിൽ തന്നെ ഉണ്ടായ അരിയാണേ. അപ്പോൾ ആ അരി തന്നെ നമ്മളിവിടെ ഉപയോഗിക്കുക. കടയിൽ നിന്ന് അങ്ങനെ വാങ്ങലില്ല. കടയിൽ നിന്ന് വാങ്ങുന്നത് വെച്ചാൽ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നത് മാത്രമേ വാങ്ങാറുള്ളൂ, അല്ലാതെ അരി പുറത്തുനിന്ന് വാങ്ങാറൊന്നുമില്ല. കഴുകി കഴിയുമ്പോൾ നല്ല അങ്ങനെ ഭയങ്കര റെഡിഷ് പോലത്തെ കളർ വരും. പിന്നെ ഒരുപാട് കഴുകരുതെന്നാണ് പറയുന്നത്. എൻ്റെ തവിട് നഷ്ടപ്പെടാൻ പാടില്ല, തവിടിലാണ് അതിൻ്റെ ഗുണമൊക്കെ ഉള്ളത്. അതങ്ങനെ ഒത്തിരി കഴുകി കളയാൻ പാടില്ല എന്നാണ് പറയാം. അപ്പം അരി കഴുകി, അരി അടുപ്പത്ത് ഇട്ടാൽ തന്നെ പകുതി പണി കഴിഞ്ഞു. അരി ഇട്ട് കഴിഞ്ഞാൽ അരിയും പുറത്ത് അലക്കും കഴിഞ്ഞാൽ തന്നെ പകുതി പണി കഴിഞ്ഞു. ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ചോറിന് ചിക്കൻ കറി വെക്കാം എന്ന് വിചാരിച്ചത്. അപ്പം ഉള്ളിയും തക്കാളിയും എല്ലാം എടുത്തിട്ടുണ്ട്, അതിനി അരിയണം. ഇപ്പം ഞാൻ ആ ചോപ്പർ വാങ്ങിയിട്ടുണ്ട്, വെജിറ്റബിൾ ചോപ്പർ. ഓൾറെഡി ഇതുണ്ടായിരുന്നു, നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിപ്പം കേടായി പോയിട്ടുണ്ട്. അപ്പോൾ പുതിയത് വാങ്ങി. കഴിഞ്ഞ ദിവസം വാങ്ങിയതേ ഉള്ളൂ. അത് അതിൻ്റെ സൈഡിൽ സ്റ്റിക്കർ പറിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. ഇതുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ അരിയുന്ന പരിപാടി പെട്ടെന്ന് തീരും. ഇല്ലാഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം പോയപ്പോൾ കണ്ടപ്പോൾ അതിനകത്ത് ഇതിങ്ങനെ ചെറുതായിട്ട് ചിക്കൻ കറിക്ക് ഇടുമ്പോഴേ പെട്ടെന്ന് വഴറ്റാൻ നേരത്ത് പെട്ടെന്നായി വരികയും ചെയ്യും. ഒരുപാട് നേരം ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുകയും വേണ്ട.
അപ്പം അതും പിന്നെ തക്കാളിക്കും വെളുത്തുള്ളി ഇഞ്ചിയും ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഇതാക്കി. ചിക്കൻ കഴുകി എടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് കഷ്ണം എടുത്ത് മാറ്റി വെക്കണം, കരളൊക്കെ എടുത്ത് മാറ്റി വെക്കണം. ഇവന് വറുത്ത് കൊടുക്കാമെന്ന് വിചാരിക്കും. കരൾ കുറേശ്ശെ, മൊത്തമൊന്നും കഴിക്കില്ല, കുറച്ച് കഴിക്കും. പണ്ടൊട്ടും കഴിക്കില്ലായിരുന്നു, ഇപ്പം കുറേശ്ശെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് അവനെടുത്ത് മാറ്റിയിട്ട് ബാക്കി ഉപ്പും മഞ്ഞൾപ്പൊടി മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് തിരുമ്മി വെക്കാം. ഒരു അരമണിക്കൂർ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കറിയാക്കാൻ തുടങ്ങാം. അപ്പോഴത്തേക്കും ചോറ് വേവുകയും ചെയ്യും. അപ്പം ചോറുള്ള അടുപ്പിൽ തന്നെ കറിയും വെക്കണം, അങ്ങനെ വിചാരിച്ചിട്ടിരിക്കുന്നത്. അടുപ്പിലാവുമ്പോൾ പെട്ടെന്ന് ആയിക്കോളൂല്ലോ. അപ്പോൾ കുറച്ച് ചിക്കൻ മസാലയും ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയെന്ന് പറഞ്ഞു. ഇവന് ഭയങ്കര സൗണ്ടായിരിക്കും, എന്നാ ചെയ്യാനാ. മഞ്ഞപ്പൊടിയും പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി എടുക്കുന്നുണ്ടേ. അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ മുളക് പൊടി നമ്മളിവിടെ തന്നെ ആക്കുന്ന മുളക് പൊടിയാണ്. അപ്പോൾ പത്തലമുളകിൻ്റെ കൂടെ കാന്താരി മുളകും കൂടി ഇട്ടിട്ടാണ് പൊടിപ്പിക്കുന്നത്. അപ്പോൾ ഭയങ്കര എരിവായിരിക്കും. അതുകൊണ്ട് അല്ലെ കുറച്ച് ക്വാണ്ടിറ്റി ഇട്ടാൽ മതി. അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ഇട്ടാൽ കറിക്കൊരു കളർ ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ എടുക്കുന്നുണ്ട്. പിന്നെ ഇച്ചിരി മസാലപ്പൊടിയും കൂടെ. സോറി, മസാലപ്പൊടി അല്ലായിരുന്നു കേട്ടോ, മല്ലിപ്പൊടി. പിന്നെ ഒരു ഏത്തപ്പഴം ഇരിപ്പുണ്ടായിരുന്നു, അത് ഇവന് കുറച്ച് ഷേക്കാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അതും ബദാമും ഇട്ടിട്ട്. ഏത്തപ്പഴം തന്നെ കൊടുത്താൽ കഴിക്കുന്നില്ല. അപ്പം പിന്നെ ഇങ്ങനെ ജ്യൂസ് അടിച്ച് കൊടുക്കുകയാണെങ്കിൽ കുടിച്ചോളൂ. പിന്നെ അവനുള്ള ഇച്ചിരി ചിക്കൻ എടുത്ത് വറുത്തു. ബാക്കിയുള്ളത് അടുപ്പയിൽ കറി വെക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴത്തേക്കും മുറ്റത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. ഭയങ്കര ശക്തിയിലുള്ള മഴയൊന്നും അല്ലേ, എന്നാലും മഴ പെയ്തോ എന്ന് ചോദിച്ചാൽ മഴ പെയ്തു. അങ്ങനെ ഒരു മഴ പെയ്തു. ഇന്ന് കുറച്ച് നേരം കൂടിയിൽ കിടന്നുറങ്ങി. ഇപ്പോൾ കുറേ ആയിട്ട് ഉച്ചയോർക്കൊന്നുമില്ല. ഇന്ന് ഇച്ചിരി ഒരു 1-1.5 മണിക്കൂർ കിടന്നുറങ്ങി. ഓക്കെ, മഴ പെയ്യുന്നു. അപ്പോൾ വൈകുന്നേരം ഇച്ചിരി കമ്പിളി നാരങ്ങയൊക്കെ കഴിച്ചിരുന്നു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.